മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസ് ലിമിറ്റഡിലെ ജീവനക്കാരി ധന്യ മോഹൻ പണം തട്ടിയെടുത്തത് ഓൺലൈൻ ഗോൾഡ് പ്ലാറ്റ്ഫോം വഴിയെന്ന് പോലീസ്. 6 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണം നിക്ഷേപിച്ചാൽ 5 ലക്ഷം വരെ ലോൺ എടുക്കാം എന്നതായിരുന്നു സ്കീം. ഈ സ്കീമിൽ 6 ലക്ഷം രൂപയുടെ സ്വർണം നിക്ഷേപിച്ചാണ് ധന്യ തട്ടിപ്പുകൾ നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. റിമാൻഡ് റിപ്പോർട്ടിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരു തവണ ധനകാര്യ സ്ഥാപനത്തിൽ പോകുന്ന ഇടപാടുകാരന് വീട്ടിലിരുന്ന് ലോൺ എടുക്കാവുന്ന സൗകര്യത്തിലാണ് ധന്യ തട്ടിപ്പ് നടത്തിയത്. പിടിക്കപ്പെടാതിരിക്കാൻ ചെറിയ തുകകൾ വീതം ധന്യ തൻ്റെ അക്കൗണ്ടിലേക്കും മാറ്റി. 25,000 രൂപ മുതൽ 1 ലക്ഷം വരെയാണ് തൻ്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് ധന്യ മാറ്റിയത്. അതേസമയം ധന്യ മോഹൻ ഓഹരി വിപണിയിൽ വൻ തുകയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ഇവരുടെ അക്കൗണ്ട് വിവരങ്ങളും സാമ്പത്തിക ഇടപാടുകളും പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് ഇക്കാര്യം വ്യക്തമായത്. ധന്യ മോഹനെ ഒരാഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു. കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം കൊടുങ്ങല്ലൂർ കോടതി പരിഗണിക്കും. അതേസമയം ഓൺലൈൻ റമ്മി കളിക്കുന്നതിനായി ധന്യ 2 കോടിയോളം രൂപയാണ് ചിലവാക്കിയത്. ഇക്കാര്യം പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇത്രയും പണം ചെലവാക്കിയെങ്കിലും ഇതുവഴി ധന്യയ്ക്ക് പലപ്പോഴായി വരുമാനവും ലഭിച്ചിട്ടുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തി. ധന്യ ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും ചില ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അക്കൗണ്ടുകളിലേക്കും വൻതോതിൽ പണം കൈമാറിയെന്ന് വിവരമുള്ളതിനാൽ ഇവരും പോലീസ് നിരീക്ഷണത്തിലാണ്. ഭർത്താവിൻ്റെ NRI അക്കൗണ്ടിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയോ എന്നും പരിശോധിക്കുന്നുണ്ട്. ധന്യയുടെയും ബന്ധുക്കളുടെയും 4 വർഷത്തെ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചു. ധന്യക്ക് മാത്രം 5 അക്കൗണ്ടുകളാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് 40 ലക്ഷവും ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് 25 ലക്ഷവും കടത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വലപ്പാട്ടെ വീട്ടിൽ ധന്യ തനിച്ചായിരുന്നു താമസം. ഭർത്താവിൻ്റെ NRI അക്കൗണ്ടിലൂടെ കുഴൽപ്പണ സംഘത്തിലേക്ക് പണം എത്തിയെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവിന് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചു. ഏതാനും ദിവസം മുൻപ് മൈക്രോസോഫ്റ്റ് ലോകവ്യാപകമായി തകരാറിലായപ്പോൾ കമ്പനി അക്കൗണ്ടിൽ നിന്ന് ധന്യ അനധികൃതമായി നടത്തിയ ഒരു പണമിടപാടിൻ്റെ വിവരം മണിക്കൂറുകൾക്ക് ശേഷം കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് തട്ടിപ്പുകൾ പുറത്തുവരാൻ ഇടയാക്കിയതെന്ന് സംശയിക്കുന്നു. 80 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ തുടങ്ങിയ പോലീസ് അന്വേഷണമാണിപ്പോൾ 19.94 കോടി തട്ടിയെന്ന കണ്ടെത്തലിൽ എത്തിയിരിക്കുന്നത്. 8 അക്കൗണ്ടുകൾ വഴി 8,000 ഇടപാടുകളിലൂടെ 20 കോടിയോളം രൂപ ധന്യ തട്ടിച്ചെന്നാണ് വിവരം. ഇതിൽ 5 അക്കൗണ്ടുകൾ ധന്യയുടെ പേരിലുള്ളതാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യക്ക് കമ്പനി വിശദവിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. കൊല്ലം ഈസ്റ്റ് സ്റ്റേഷനിൽ കീഴടങ്ങിയ ധന്യയെ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. 2 കോടിക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന സർക്കുലർ ഉള്ളതിനാൽ ക്രൈംബ്രാഞ്ചിന് കൈമാറും. ധന്യ പണം കടത്തിയ വഴി തേടിയുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.